അണികളെ കാണുമ്പോൾ അല്ലെ ജനങ്ങളെ കാണുമ്പോൾ അവർ ചോദിക്കില്ലേ ഞങ്ങൾ ദീപ്തി ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടോ? അത് ഇതാദ്യമായല്ല. അതെ, ഇത് ആദ്യമായല്ല. മേയർ തെരഞ്ഞെടുപ്പ് മുതൽ കാര്യത്തിൽ വരുന്നു, അതുപോലെ ഇപ്പോ കാൻഡിഡേറ്റ് കാര്യത്തിൽ വരുന്നു. അപ്പൊ എല്ലായിടത്തും അത്തരത്തിലുള്ള ഒരു നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ. ഇതിനു മുമ്പും വന്നിട്ടുണ്ട് പലതും. ഇതിനു മുമ്പും കയ്യെത്തും ദൂരത്ത് പലതും വന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അത് പക്ഷെ ഇത്രത്തോളം അതിനൊരു പ്രചരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. PT മരിച്ച സമയത്ത് അതിനുള്ള ഒരു സാധ്യത ഉണ്ടാകും. എന്റെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലേ? തൃക്കാക്കരെ അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുക എന്നുള്ളതല്ല, എൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുള്ളത് കൊണ്ട് എനിക്ക് കണ്ണൂരോ പാലക്കാടോ പോയി ചോദിക്കുക അത് തരണമെന്നല്ലല്ലോ. നമ്മൾ അവിടെ മത്സരിക്കാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ നമ്മുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ഒഴിവ് വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അല്ലേ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലുള്ള ആഗ്രഹമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. മാറ്റി നിർത്തപ്പെട്ടപ്പോഴെങ്കിലും പാർട്ടി മാറണം എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. സാധാരണ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പല പാർട്ടികളും സംഭവിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? ഞാൻ ഈ ഒരു 89-90 KSUലേക്ക് വരുമ്പോൾ ഞാനൊരു നിയമസഭയിൽ മത്സരിക്കണമെന്ന് മുൻകൂട്ടി കണ്ടു വന്ന ഒരാളേ അല്ല. അവിടെ എനിക്ക് ഒരു അന്നുണ്ടായിരുന്ന SFIയുടെ നേതൃത്വം, ഇന്നുണ്ടായിരുന്ന അതിൻ്റെ അകത്തൊരു മന്ത്രി ഇന്നിവിടെ നമ്മുടെ ജില്ലയിലുണ്ട്, അന്നവിടെ ചാർജ് ഉണ്ടായിരുന്ന ആൾ, അവരൊക്കെ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന വളരെ ശക്തമായ SFIയുടെ ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് ഒന്നും പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടല്ലല്ലോ നമ്മൾ അവിടെ വരുന്നത്. അവിടെ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയനെ ജയിപ്പിക്കുക എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതേപോലെ ചെയർമാനാക്കാം, SFIയിലേക്ക് വരുമെന്ന് അന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, അവരെ നമ്മൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയിട്ടില്ലാത്ത ഒരു തോന്നൽ ഒരിക്കലും ഇനി ഈ ഒരു സമയത്ത് തോന്നില്ലല്ലോ. പക്ഷെ എന്നിട്ട് പോലും കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ദീപ്തി മേരി വർഗീസിന് ദുരാഗ്രഹമാണ്, അത്തരത്തിലുള്ള ഒരു പ്രചാരണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഈ ഒരു അധികാരമോഹം. അല്ല, എല്ലാവരും സ്ഥാനാർത്ഥി കുപ്പായം അണിയുക എന്നത് ഒരു സ്വാഭാവികമായിട്ട് ശരിയാണ്, അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രചാരണം ഉണ്ടാകുന്നത്. ആഗ്രഹം ദുരാഗ്രഹം ഇത് രണ്ടും രണ്ടാണ് അല്ലേ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു തവണ ജനപ്രതിനിധിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ദുരാഗ്രഹമാണെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അതേസമയം മത്സരിക്കുന്നു, 1, 2, 3 മത്സരിക്കുന്നു, 4ാമത്തെ തവണ പോലും മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നത് ദുരാഗ്രഹമാണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. എന്ന് മാത്രമല്ല, ഈ മത്സരിക്കുന്ന വരുമ്പോൾ തന്നെ ചില സാഹചര്യവശാൽ മത്സരിച്ച ചില ആളുകളുണ്ട്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കിട്ടുന്നു, പ്രത്യേക ഒരു സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടുന്നു. ആ കിട്ടുന്ന ആളുകൾ ഒരു തവണ പോലും, ഇപ്പം 3 ടേം കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ MLA ആയിട്ടുണ്ടാവും, MP ആയിട്ടുണ്ടാവാം, ഇതെല്ലാം ആണെങ്കിലും ഒരു ടേം ഒന്ന് മാറ്റി നിർത്തിയാൽ അറിയാം എന്താണ് യഥാർത്ഥ പാർട്ടിയോടുള്ള സ്നേഹം എന്ന്. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എറണാകുളത്ത് സാധാരണ കോൺഗ്രസ് പരിഗണിക്കുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കാറ്. പക്ഷെ ഈ പതിവ് ഫോർമുല ഇത്തവണ മാറ്റിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവും? എനിക്കറിയില്ല പതിവ് ഫോർമുല എവിടെയാണ് മാറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സെക്യുലറിസം, മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ജാതി മതങ്ങളെ നോക്കുന്നില്ല എന്നുള്ളതല്ല, അത് രണ്ടും രണ്ടാണ്. അത് CPM പറയുന്ന മതനിരപേക്ഷതയുടെ ഒരു രീതി വേറെയാണ്. കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും വേണ്ട പ്രാതിനിധ്യം കൊടുക്കണം. അതാണ് ഇൻക്ലൂസീവ് സെക്യുലറിസം എന്ന് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന അതാണ്. എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചില മതവിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അവർക്കൊരു പ്രാതിനിധ്യം ഇരിക്കട്ടെ, അവർ ചിലപ്പോൾ പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു സമുദായമാണെങ്കിൽ അവർക്കൊരു പ്രാതിനിധ്യം ലഭിക്കട്ടെ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അതിനെ വർഗീയത എന്ന് പറയാൻ പറ്റില്ല. വർഗീയത എന്ന് പറയുന്നത് വേറെയാണ്, മതേതരത്വം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഇൻക്ലൂസീവ് സെക്യുലറിസം ഉണ്ട്, ഇതൊന്നും നോക്കാതെ മതമൊന്നും വേണ്ട എന്ന് പറയുന്ന സെക്യുലർ തിങ്കിങ്ങും ഉണ്ട്. മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് VD സതീശനെ നോമിനിയാണ് ആയിട്ടാണ് എന്നൊരു വിമർശനം സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ്, KC വേണുഗോപാൽ മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെ ഉണ്ടോ? ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച സ്ഥാനാർത്ഥി. ഞാൻ ഷിയാസിനെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഷിയാസിനെ വിളിച്ചിരുന്നു. ഞാൻ എല്ലാ പിന്തുണയും പറഞ്ഞിരുന്നു. എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പിന്തുണ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഒരു നേതാവ് ഒരാൾക്ക് വേണ്ടി പറഞ്ഞു എന്നിരിക്കും, അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. എനിക്ക് വേണ്ടി ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും, ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു കൗതുകത്തോടെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. മറ്റു പാർട്ടികളിൽ ഏതെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ ഈ തഴയപ്പെട്ട സമയത്ത് എപ്പോഴെങ്കിലും? ഈ ഡീൽ ആരോപണമൊക്കെ സജീവമാകുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓഫർ സ്വാഭാവികമല്ലേ? ഞാൻ ഒരു ഡീലിനും നിൽക്കാത്ത ആളാണ്. കാരണം എനിക്ക് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ചിന്തയില്ല.
കോൺഗ്രസ് എന്ന പാർട്ടിയാണ് എന്നെ ഞാനാക്കിയത്. അതിനപ്പുറം ഞാൻ കോൺഗ്രസ് ഇല്ലാതെ ദീപ്തി ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും മാം ഇപ്പോൾ പൂർണ്ണ തൃപ്തയാണ്. സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും പൂർണ്ണ തൃപ്തി ആയാൽ പിന്നെ ഇനി നമുക്ക് മുമ്പോട്ട് ജീവിതമില്ല. പൂർണ്ണമായിട്ട് ഒരിക്കലും ആർക്കും തൃപ്തി വരാൻ പാടില്ല. നമുക്ക് ഇനിയും അറ്റൈൻ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞാൻ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയില്ലേ, വി ഹാവ് ടു എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ മാം എല്ലാവിധ ആശംസകളും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പര്യടനവും പ്രചരണവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടെ. ഇത് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇത്രയും പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കുന്നതല്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറച്ച് ജെൻസി ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്രയും പൊളിറ്റിക്കലായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.